അഫ്ഗാനിസ്ഥാനുമായി ഇപ്പോൾ നടക്കുന്ന 3 മത്സരങ്ങളുടെ ഏകദിന പരമ്പരയ്ക്ക് പിന്നാലെ ഇന്ത്യ നേരെ പറക്കുക യുകെയിലേക്കാണ്. അവിടെ 2 T20 പരമ്പരകളും ഒരു ഏകദിന പരമ്പരയുമാണ് കാത്തിരിക്കുന്നത്. അയർലൻഡുമായി 2 T20കളും ഇംഗ്ലണ്ടുമായി 5 T20കളും ഇന്ത്യ കൊമ്പുകോർക്കുകയും ചെയ്യും. തുടർന്ന് ജൂലൈ 14 മുതൽ 19 വരെ ഇംഗ്ലണ്ടുമായി 3 ഏകദിനങ്ങളിലും ഇന്ത്യ ശക്തി പരീക്ഷിക്കും. 2 T20 പരമ്പരകൾക്കുള്ള ഇന്ത്യൻ സ്ക്വാഡുകളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനി ഏകദിന ടീമിനെയാണ് തിരഞ്ഞെടുക്കാനുള്ളത്. ഈ ആഴ്ച തന്നെ ഏകദിന പരമ്പരയ്ക്കുള്ള സ്ക്വാഡിനെയും പ്രഖ്യാപിക്കുമെന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ വരുന്നുണ്ട്. ആ റിപ്പോർട്ടുകൾക്ക് വേണ്ടിയും ആ ടീമിന് വേണ്ടിയും കാത്തിരിക്കുകയാണ് ക്രിക്കറ്റ് ആരാധകർ. ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ച് ഓരോ ടീം പ്രഖ്യാപനവും വളരെയധികം പ്രധാനപ്പെട്ടത് തന്നെയാണ്. അറിയാമെങ്കിലും ആരൊക്കെ ഉണ്ടാകുമെന്നുള്ള ആകാംക്ഷയ്ക്കൊരു പര്യവസാനം തന്നെയായിരിക്കും അത് നൽകുക. ഈ ആഴ്ച തന്നെ വരാൻ പോകുന്ന ഏകദിന പരമ്പരയ്ക്കുള്ള സ്ക്വാഡിനെ പ്രഖ്യാപിക്കുമെന്ന റിപ്പോർട്ടുകൾ വന്നതു മുതൽ ആവേശത്തിലാണ് ആരാധകർ. എന്നാൽ അഫ്ഗാനുമായി ഇപ്പോൾ നടക്കുന്ന ഏകദിന പരമ്പരയുടെ ഭാഗമല്ലാത്ത ചില താരങ്ങളെ ഇംഗ്ലണ്ടിൽ പ്രതീക്ഷിക്കാം. ഇന്ത്യൻ ഏകദിന ടീമിൽ വരുത്തിയേക്കാവുന്ന ചില പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്തൊക്കെയെന്നും പരിശോധിക്കാം. ഇംഗ്ലണ്ട് പര്യടനത്തിലുള്ള ഇന്ത്യൻ ഏകദിന സ്ക്വാഡിലേക്ക് പ്രധാനമായും 3 താരങ്ങൾക്കും പുതുതായി എത്തിയേക്കാൻ സാധ്യതയുണ്ട്. ഇതിലൊരാൾ മുൻ ക്യാപ്റ്റനും ഇതിഹാസ ബാറ്ററുമായ വിരാട് കോഹ്ലിയാണ്. IPL-ൽ റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരിനായി കളിക്കവേ ഏറ്റ പരിക്കു കാരണം അഫ്ഗാനിസ്ഥാനെതിരായ പരമ്പരയിൽ നിന്നും അദ്ദേഹം പിന്മാറിയിരുന്നു. ആദ്യം പ്രഖ്യാപിച്ച സ്ക്വാഡിൽ അദ്ദേഹം ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് കോഹ്ലി വിട്ടുനിൽക്കുകയുമായിരുന്നു. പൂർണ്ണ ഫിറ്റ്നസ് വീണ്ടെടുത്ത് ഇംഗ്ലണ്ടുമായുള്ള പരമ്പരയിൽ അദ്ദേഹം ടീമിലേക്ക് മടങ്ങിയെത്താൻ തയ്യാറായി കഴിഞ്ഞുവെന്നാണ് വിവരം. കോഹ്ലിയുടെ വരവ് ഇന്ത്യൻ ബാറ്റിംഗിൽ നിരത്തുകയും പുത്തൻ ഊർജ്ജം നൽകുമെന്ന കാര്യത്തിലും സംശയമില്ല. കോഹ്ലി കഴിഞ്ഞാൽ ടീമിലേക്ക് മടങ്ങിയെത്താനിടയുള്ള 2 പേർ സ്റ്റാർ പേസർമാരായ ജസ്പ്രീത് ബുംറയും മുഹമ്മദ് സിറാജുമാണ്. UK പര്യടനത്തിലെ 2 T20 പരമ്പരകളിലും ഇവർക്ക് വിശ്രമം നൽകിയിരിക്കുകയാണ്. കൂടാതെ അഫ്ഗാനുമായുള്ള പരമ്പരയിൽ പേസ് ജോഡികൾ ടീമിന്റെ ഭാഗമല്ല. എന്നാൽ അടുത്ത വർഷം ഏകദിന ലോകകപ്പ് നടക്കാനിരിക്കെ ഇംഗ്ലണ്ടുമായുള്ള പരമ്പര ഇന്ത്യക്ക് ഡ്രസ് റിഹേഴ്സലിൽ ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ബുംറയും സിറാജിനെയും ടീമിൽ ആവശ്യവുമാണ്. അഫ്ഗാനിസ്ഥാനുമായുള്ള ഏകദിന സ്ക്വാഡിന്റെ ഭാഗമായ ചില താരങ്ങൾക്ക് ഇംഗ്ലണ്ട് പര്യടനത്തിൽ ചീട്ടുകീറും. ഇതിലുള്ള ഇടം കയ്യൻ ബാറ്റർ അഗ്രസീവ് ഓപ്പണറുമായ യശസ്വി ജയ്സ്വാൾ ആയിരിക്കും. വിരാട് കോഹ്ലിയുടെ ബാക്കപ്പാണ് അദ്ദേഹം ടീമിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. എന്നിരുന്നാലും പല മാറ്റങ്ങൾക്കും കാരണമായി മാറുന്നതും യശസ്വി ജയ്സ്വാൾ തന്നെയായിരിക്കും. അദ്ദേഹത്തിനുള്ള സ്റ്റാർഡം അല്ലെങ്കിൽ അദ്ദേഹത്തിനുള്ള ആരാധകരും കുറവൊന്നുമല്ല. അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് ശൈലിയും വളരെയധികം പ്രധാനപ്പെട്ടതാക്കി മാറ്റുന്നതും അദ്ദേഹത്തിന്റെ പ്രത്യേക രീതിയും തന്നെയാണെന്ന് കൃത്യമായി പറയാൻ സാധിക്കും. പക്ഷേ ഇംഗ്ലണ്ടിൽ കോഹ്ലി തിരിച്ചെത്തിയാൽ പിന്നെ ജയ്സ്വാളിന് ആവശ്യമില്ല. നേരത്തെയെല്ലാം ബാക്കപ്പ് ഓപ്പണറായിട്ടാണ് അദ്ദേഹം നിൽക്കുന്നത്. പക്ഷേ ഇപ്പോൾ തന്നെ ഇഷാൻ കിഷൻ തിരിച്ചുവിളിക്കപ്പെട്ടതോടെ ജയ്സ്വാൾ ഇനി ആ റോള് പ്രതീക്ഷിക്കേണ്ടതില്ല. ഓപ്പണിംഗ് മുതൽ മധ്യനിരയിൽ വരെ എവിടെയും ബാറ്റ് ചെയ്യുന്നതിനോടൊപ്പം വിക്കറ്റ് കാക്കാനും ഇഷാന് കഴിയും. അതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ മാതൃകയെന്നും എല്ലാവരും ചൂണ്ടിക്കാട്ടാറുണ്ട്.